ഹലോ. എൻ്റെ പൊന്നു കൂട്ടുകാരെ, ഇതിൻ്റെ മൈക്ക് ഞാൻ ആ ഒരു ക്യാമറയെ കണ്ടോ? ദേ ഇങ്ങനെ നമുക്ക് തിരിക്കാം. റൈറ്റിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ അത് കൊടുത്തിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹിക്വിഷൻ്റെ ഒരു സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡൽ ക്യാമറ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പഴയ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ മോഡൽ നമ്പർ വ്യത്യാസമുണ്ട്, ഇതിൻ്റെ മോഡൽ നമ്പറും വ്യത്യാസമുണ്ട്, ഫീച്ചേഴ്സും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 340 ഡിഗ്രി നമ്മുടെ ഫോണിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ ടി വിയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ടി വിയിലൂടെയൊക്കെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ നോക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ക്യാമറ. പിന്നെ ഇത് സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറയാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെതായ പ്രത്യേകതകളൊക്കെ ഈ ഒരു ക്യാമറയ്ക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ക്യാമറ വൈഫൈയിൽ വർക്ക് ചെയ്യുന്ന ക്യാമറയല്ല, അതാണ് പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം. പക്ഷേ വൈഫൈ ക്യാമറകൾക്ക് ഇല്ലാത്തൊരു ഗുണം ഇതിനുണ്ട്. ഇത് PoE എനേബിൾഡ് ആയിട്ടുള്ള ക്യാമറയാണ്. അതായത് നമുക്ക് PoE സ്വിച്ചിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാം. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു സിംഗിൾ കേബിൾ മാത്രം നമ്മൾ കൊടുത്താൽ മതി. PoE സ്വിച്ചിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ ക്യാമറയ്ക്ക് ഡാറ്റയും അതുപോലെ തന്നെ അത് പവറും ആ ഒറ്റ കേബിളിൽ കൂടെ തന്നെ പോകും. നിങ്ങളിപ്പോൾ പറയുമായിരിക്കും ചിലപ്പോൾ ഇസ്വിസ് ക്യാമറകളിലും ഇപ്പോൾ PoE എനേബിൾഡ് ആയിട്ടുള്ള ക്യാമറകൾ വരുന്നുണ്ടല്ലോ എന്ന്. തീർച്ചയായിട്ടും ഇപ്പോൾ PoE എനേബിൾഡ് ആയിട്ടുള്ള ക്യാമറ ഇസ്വിസിൽ വരുന്നുണ്ട്. പക്ഷേ ഇസ്വിസ് ക്യാമറയ്ക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 മീറ്റർ വരെ നമുക്ക് നൈറ്റ് വിഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റാണിത്. 30 മീറ്റർ. ഈ ഇസ്വിസ് ക്യാമറയിലൊക്കെ സാധാരണ 15 മീറ്റർ വരെയൊക്കെയാണ് കിട്ടുന്നത്. അവർക്ക് സ്മാർട്ട് ഹൈബ്രിഡ് ക്യാമറയിലാണെന്നുണ്ടെങ്കിൽ ഒരു 30 മീറ്റർ വരെയൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത് IR ആണ്. വൈറ്റ് ലൈറ്റിൽ അത്രയും വരാറില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ള കാര്യം നമുക്ക് വീഡിയോ കണക്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വീഡിയോ എങ്ങനെയാണെന്ന് വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇനി ബാക്കിയുള്ളതിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്കൊന്ന് അൺബോക്സ് ചെയ്തുകൊണ്ട് പറയാം കേട്ടോ. അപ്പോൾ ആദ്യം നല്ലൊരു ബോക്സ് പാക്കിങ് തന്നെയാണ് ക്യാമറ ഉള്ളത്. ഒരു പ്ലാസ്റ്റിക് കൂടിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞ് വളരെ ഭദ്രമായിട്ട് നമ്മുടെ ക്യാമറ ഇരിപ്പുണ്ട്. കൊറിയർ ഒന്നും ചെയ്യുമ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഒരുപാട് കൊറിയർ ഇവിടെ നിന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ആർക്കും ഇതുവരെ ദോഷങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ക്യാമറ. ക്യാമറ ഇവിടെ ഇരിക്കട്ടെ, അതിനകത്ത് ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഒരു സ്ക്രൂ വരുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വെതർ പ്രൂഫ് ഗ്ലാൻഡ് വരുന്നുണ്ട്. ഇതെല്ലാം നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കുന്ന സംഗതികൾ തന്നെ, വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് ഒന്നും തന്നെ വന്നിട്ടില്ല. ഇത് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് തിരിക്കാവുന്നതാണ്. പക്ഷേ അങ്ങനെ തിരിക്കണ്ട. കാരണം തിരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മോട്ടറുണ്ട്. ആ മോട്ടർ വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് ഇതിനകത്തുനിന്ന് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഏരിയ ഇല്ലേ, ഇത് താഴോട്ട് ഇങ്ങനെ ആക്കണതിന് കുഴപ്പമില്ല. കാരണം ഇതിങ്ങനെ ആക്കാതെ നമുക്ക് മെമ്മറി കാർഡ് ഇടാൻ പറ്റത്തില്ല. ദേ ഇതിൻ്റെ പുറകിലാണ് ഇതിൻ്റെ സെറ്റിങ്സ്, അതായത് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പിന്നും അതുപോലെ തന്നെയുള്ള മെമ്മറി കാർഡ് ഇടുന്ന ഓപ്ഷൻസും വരുന്നത്. 512 GB മെമ്മറി കാർഡ് ഇടാം. നമ്മുടെ പഴയ മോഡലിൽ 256 GB പറ്റുള്ളായിരുന്നു. ഇപ്പോൾ ഇതിനകത്തൊരു സ്റ്റാൻഡ്, ഈ വന്നിരിക്കുന്ന സ്റ്റാൻഡാണ്. ഇത് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഞെക്കിയിട്ട് ഇങ്ങനെ പുറത്തോട്ട് എടുക്കാം കണ്ടോ. ഇങ്ങനെ പുറകോട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനൊരു 4 സ്ക്രൂ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭിത്തിയിൽ നമുക്കിതിനെ അടിപൊളിയായിട്ട് സെറ്റപ്പ് ചെയ്യാം. ഇങ്ങനെയാണ് ഇരുന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഭിത്തിയിലല്ലേ പിടിപ്പിക്കാൻ പറ്റുള്ളൂ. നേരെ ചുമരിൽ മാത്രമല്ലേ പിടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് മുകളിൽ നിന്നും വേണമെങ്കിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മുടെ ഈ ക്യാമറ സെറ്റപ്പ് ചെയ്യാൻ നമുക്ക് ഉദ്ദേശം സീലിംഗിൽ നിന്നാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അത് ഇത് കണ്ടോ, ഇതിങ്ങനെ നേരെ പുറകോട്ട് ഊരിയിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് വേണമെങ്കിൽ സീലിംഗ് മൗണ്ടായിട്ടും ഇതിനെ സെറ്റ് ചെയ്യാം, മുകളിലോട്ടും പിടിപ്പിക്കാം. അപ്പോൾ അങ്ങനെ 2 രീതിയിൽ നല്ല വെൽ പ്ലാൻഡ് ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്ന ഒരു സ്റ്റാൻഡ് അല്ലേ, അടിപൊളി. അപ്പോൾ വലിയ ഹെവി ആയിട്ടുള്ള ക്യാമറയൊന്നും അല്ല, വളരെ വെയിറ്റ് കുറവ്. അത് സീലിങ്ങിൽ വെച്ചെന്ന് പറഞ്ഞാൽ തൂങ്ങി പോകത്തൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ക്യാമറ ഇവിടെ ഇരിപ്പുണ്ട്. ദേ ഈ വന്നേക്കണ കേബിൾ കണ്ടോ, ഇത് നമ്മുടെ PoE സ്വിച്ചിൽ നിന്ന് വന്നേക്കണ കേബിളാണ്. അത് ഞാൻ കണക്ട് ചെയ്യുവാണ് കേട്ടോ. കണക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ദേ കണ്ടോ, ലൈറ്റ് തെളിഞ്ഞു. ഇനി ഇത് ഫുള്ളായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്യും. റൊട്ടേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പോസ്റ്റാണ്. പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്നാണ് പറയണത്. ഇതിൻ്റെ മോട്ടറൊക്കെ വർക്കിംഗ് ആണോ അല്ലയോ എന്നൊക്കെ ഒന്ന് സ്വയം ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അത് എപ്പോഴും നമ്മൾ ഈ ഒരു ക്യാമറ ഓൺ ആക്കുന്ന സമയത്ത് അത് ഒരു ചെറുതായിട്ടൊന്ന് കറങ്ങും. ഫുള്ളായിട്ടൊന്ന് കറങ്ങുന്നുണ്ടോ, അതേ കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടോ, ഇങ്ങോട്ടൊന്ന് കറങ്ങും. അതിനുശേഷം നേരെ തിരിഞ്ഞ് ഇതിപ്പോൾ പാൻ ചെയ്യുവാണ്. ഇനി അതൊന്ന് ടിൽറ്റ് ചെയ്ത് നോക്കും. ടിൽറ്റ് ചെയ്തതിന് ശേഷമാണ് ആ ക്യാമറ ലൈവായിട്ട് ഓണായി വരുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളതിനെ പിടിക്കാനോ തൊടാനൊന്നും പോകണ്ട. എന്തായാലും ആ പരിപാടി കഴിയട്ടെ. ഇപ്പം നമുക്ക് ഈ ക്യാമറയെ ആഡ് ചെയ്യുന്നത് ഹിക് കണക്റ്റ് എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഉള്ളിലേക്കാണ് അല്ലേ. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇതാണ് ഹിക് കണക്റ്റ് എന്നുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിലിപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു NVR ഉണ്ട്.
അപ്പോൾ അതിലേക്ക് തന്നെയാണ് ഞാനിപ്പോൾ വീണ്ടും ആഡ് ചെയ്യാൻ വേണ്ടി പോകണം. NVR-ലേക്കല്ല, ഡയറക്റ്റ് ആയിട്ട് എനിക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. ഞാൻ ഈ NVR-ലോ DVR-ലോ ഒന്നും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നില്ല. നേരിട്ട് മെമ്മറി കാർഡ് ഇട്ട് റെക്കോർഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ QR കോഡ് ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാലോ. പക്ഷേ നിങ്ങളൊന്ന് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നേരിട്ട് ഈ ക്യാമറയുടെ പുറകിലുള്ള QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ISWISI ക്യാമറ പോലെ ഇതിനെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. നമ്മൾ SIDP എന്നൊക്കെ പറയുന്ന ആ ഒരു ടൂളില്ലേ, ആ ടൂളോ അല്ലെങ്കിൽ HiConnect പാർട്ണർ പ്രോ അക്കൗണ്ടോ യൂസ് ചെയ്തിട്ട് ഈ ക്യാമറയെ ആദ്യം ആക്ടിവേറ്റ് ചെയ്യണം. കാരണം ക്യാമറയ്ക്ക് IP അഡ്രസ്സ് ഒന്നും ഇല്ല, അത് ഇനാക്റ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ക്യാമറ നമുക്ക് ഈസി ആയിട്ടൊന്നും ആഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ SIDP ടൂൾ എന്ന് പറയുന്ന ആ ഒരു ടൂൾ ഓപ്പൺ ചെയ്തിട്ട് ഈ ക്യാമറയെ ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമറ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ്വർക്കിൽ പോയിട്ട് നമ്മുടെ ഈ HiConnect എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു വെരിഫിക്കേഷൻ കോഡും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് HiConnect മൊബൈൽ ആപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഓഡിയോ ഒക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓഡിയോ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് മൈക്കിൻ്റെയൊക്കെ സ്പീഡും കാര്യങ്ങളും, അല്ല സ്പീഡും പോട്ടെ, മൈക്കിൻ്റെയൊക്കെ ശബ്ദം നമുക്ക് ഇൻപുട്ട് ഓഡിയോ ഒക്കെ നമുക്ക് കൂട്ടിയിടാം. അപ്പോൾ ഇവിടെ ഞാൻ മാക്സിമം 99 ഇട്ടേക്കാം. ഇത് ഔട്ട്പുട്ട് വോളിയം ഒരു 98 ഇട്ടേക്കാം. ഓക്കെ. അപ്പോൾ അങ്ങനെ അത് കൊടുത്തിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ എല്ലാം എനേബിൾഡ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ QR കോഡ് ഒന്ന് നമ്മുടെ മൊബൈൽ ആപ്പിലൂടെ സ്കാൻ ചെയ്യാം. ഓക്കെ. ഇതിൻ്റെ പുറകിലൊരു QR കോഡ് ഉണ്ട്. അപ്പം നിങ്ങളൊരു കാര്യം പ്രത്യേകം ഓർക്കുക, വെറുതെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ക്യാമറയെ ആദ്യം നമ്മളൊന്ന് ആക്ടിവേറ്റ് ഒക്കെ ചെയ്ത് വെച്ചെങ്കിൽ മാത്രമാണത് ആവത്തുള്ളൂ. ഇപ്പം ഞാനത് ആക്ടിവേറ്റ് ചെയ്തേക്കണോണ്ട് കണ്ടോ, എനിക്ക് QR കോഡ് സ്കാൻ ചെയ്തപ്പോഴത്തേക്കും കണ്ടോ അവിടെ വന്നിട്ടുണ്ട്. ഞാനിതിപ്പോൾ ജസ്റ്റ് ആഡ് എന്ന് കൊടുക്കുകയാണ്. ആഡ് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങളോട് വെരിഫിക്കേഷൻ കോഡ് ചോദിക്കും കണ്ടോ, നെറ്റ്വർക്കിനകത്ത് പ്ലാറ്റ്ഫോം ആക്സസ്, അതിനകത്ത് കാണാൻ പറ്റും വെരിഫിക്കേഷൻ കോഡ്. ഞാനിപ്പോൾ സാമ്പിളായിട്ട് കൊടുത്തേക്കുന്ന വെരിഫിക്കേഷൻ കോഡ് ABC123 ABC എന്നാണ്. അപ്പോൾ ഞാൻ അത് തന്നെ ഇവിടെ കൊടുക്കുകയാണ്, ABC123 ABC. ഓക്കെ. അപ്പോൾ അതേ ലാപ്ടോപ്പിൽ കാണുന്ന ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി അതാണ്. ഇതാണ് നമ്മുടെ മൊബൈലിൽ കാണുന്ന വീഡിയോ ക്വാളിറ്റി. ഈ ഒരു ക്യാമറയെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടിൽറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് കേട്ടോ. പാൻ ടിൽറ്റ് മൂവ്മെൻ്റ് ഉള്ളതാണ്. ഇത് ലാപ്ടോപ്പിലൂടെ ഞാൻ ആ ഒരു ക്യാമറയെ കണ്ടോ ഇങ്ങനെ നമുക്ക് തിരിക്കാം. റൈറ്റിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ നമുക്ക് കണ്ടോ ഇനി വേണമെങ്കിൽ താഴേക്ക് നമുക്ക് താത്താം. ഇത് മാക്സിമം ആണ് ഇപ്പോൾ താഴേക്ക് താന്നിരിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ മുകളിലോട്ട് പൊക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഈ ഒരു ക്യാമറയെ നോക്കാൻ പറ്റുന്നതാണ്. ഇനി സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിച്ചിട്ട് ഈ ഒരു ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ ക്വാളിറ്റിയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലായിരിക്കും നിങ്ങൾ കാണുന്നത്. കാരണം ഞാൻ എൻ്റെ മെയിനായിട്ടുള്ള റെക്കോർഡിങ് ചെയ്തേക്കണത് ഈ വീഡിയോ 4K-യിലാണ്. അപ്പോൾ ഈ ഒരു സ്ക്രീൻ റെക്കോർഡർ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ലാപ്ടോപ്പ് 1080p ആണ്. അപ്പോൾ മാക്സിമം 1080p-യിലേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നിങ്ങൾക്കറിയാം ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ 4 മെഗാ പിക്സലാണ്. അപ്പോൾ 1080p എന്ന് പറഞ്ഞാൽ ആക്ച്വലി 2 മെഗാ പിക്സലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കാണുന്നത് 2MB-യിലായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും റെക്കോർഡാകുന്ന വീഡിയോ ക്വാളിറ്റി നല്ല കൂടുതൽ തന്നെയാണ്. ഫുൾ HD എന്ന് പറയുമ്പോൾ നല്ല അടിപൊളിയാണ്. പിന്നെ ഞാൻ ഈ ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. കോൺഫിഗറേഷൻ ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാതെ റോ ആയിട്ടുള്ള ആ ഒരു ക്വാളിറ്റിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ മൈക്ക് കുഴപ്പമില്ല, മൈക്ക് നല്ല കേട്ടോ. ഹലോ ഹലോ. ആ എരപ്പ് വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ മൈക്കും സ്പീക്കറും കൂടെ നിങ്ങൾക്ക് അറിയാമല്ലോ, അടുത്തടുത്ത് ഇരിക്കുന്ന സമയത്ത് ഒരു എരപ്പുണ്ടാവും, അതാണ് വരുന്നത്. അല്ലാതെ മൈക്കിനൊരു കുഴപ്പമില്ല. നമുക്ക് ഇതിൻ്റെ സ്പീക്കർ, അതാണ് ആദ്യം അറിയേണ്ടത്. ഹലോ ഹലോ ഹലോ. ഞാൻ എൻ്റെ ഈ ഒരു മൈക്കിൻ്റെ അടുത്തേക്ക് ചേർത്ത് വെച്ച് കാണിച്ചു തരാം. ഹലോ ഹലോ. എൻ്റെ പൊന്നു കൂട്ടുകാരെ, ഇതിൻ്റെ മൈക്ക് പക്കയാണ്, സ്പീക്കർ ഒരു വായയ്ക്ക് കൊള്ളത്തില്ല. സ്പീക്കർ പഴയതിനെ എടുത്ത് വെച്ചേക്കുവാന്ന് തോന്നണം, പഴയ മോഡലിൽ. എന്തിനാണ് ഈ ഇക്വിഷൻകാർ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഈ ഒരു സാധനം ഇതിപ്പം സ്പീക്കറുണ്ട്, മൈക്കുണ്ട്, 2-way ഓഡിയോ വർക്ക് ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഇത് വെക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാറ്റാ ഷീറ്റ് പരിശോധിച്ചിട്ടാണ് നമ്മളൊരു സ്ഥലത്ത് ഈ ക്യാമറ വെക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് അല്ലേ. പക്ഷേ ഇനി മുതൽ നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോയും കണ്ട ശേഷം മാത്രം നിങ്ങൾ ഈ ക്യാമറകളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഞാൻ ഒരു അഹങ്കാരത്തോടെ പറയണമെന്നല്ല കേട്ടോ, ചുമ്മാ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതൊരു കാര്യമായിട്ട് എടുക്കരുത്. എന്തായാലും നിങ്ങൾ അതിൻ്റെ റിയൽ ആയിട്ടുള്ള ഏതെങ്കിലും വീഡിയോ ഒന്നും കാണാതെ പോയി പർച്ചേസ് ചെയ്യരുത്. ഇപ്പം ഞാൻ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഡാറ്റാ ഷീറ്റിൽ ഇത് 2-way ഓഡിയോ ഉണ്ട്, മൈക്കുണ്ട്, സ്പീക്കർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കൊണ്ട് വെച്ചിട്ട് അവസാനം നമ്മളൊരു വീട്ടിൽ കൊണ്ട് ഇൻസ്റ്റലേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളാകെ പെട്ടു.
ഇതിൻ്റെ സ്പീക്കറിന് ഇത്ര ഒച്ചയെ കേൾക്കത്തുള്ളൂ. ഈ സ്പീക്കർ ഇത്രയും വലിയ ക്യാമറ ഉണ്ടാക്കി വെച്ചിട്ട് ഇച്ചിരി കൂടെ മുഴുത്തൊരു സ്പീക്കർ ഇതിനകത്ത് വെക്കാമല്ലോ. പക്ഷേ ഇത് കണ്ടോ, ഇതാണ് അതിൻ്റെ സ്പീക്കറിൻ്റെ ഭാഗം. തുളകളൊക്കെ കുറേ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അകത്തിരിക്കുന്ന സാധനത്തിന് ഒരു മൊബൈലിൻ്റെ ഒച്ച, ഞാനിപ്പോൾ ഒരു മൊബൈലിൽ പാട്ട് വയ്ക്കുവാണെങ്കിൽ ഇതിൻ്റെ ഒരു 100 ഇരട്ടി ഒച്ച എൻ്റെ ഈ ഫോണിൽ കേൾക്കും. എന്തിനിങ്ങനെ ചെയ്തു വെച്ചേക്കണമെന്ന് അറിയത്തില്ല. എന്തായാലും പഴയ സാധനം തന്നെയാണ്. പുതിയ കുപ്പിയിൽ പഴയ വീഞ്ഞ് തന്നെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഒച്ചയൊന്നുമില്ല. വല്ല അപ്പാപ്പനും അമ്മാമ്മയൊക്കെ ഉള്ള വീട്ടിലായിരിക്കും നമ്മളിത് കൊണ്ടുവയ്ക്കുന്നത്. മക്കൾ വിദേശത്ത് നിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ടൈപ്പ് ക്യാമറകൾ ചൂസ് ചെയ്യണത്. ഇനി മക്കൾ അങ്ങനെയുള്ള ആവശ്യത്തിനാണ് ഈ ക്യാമറ എടുക്കണമെങ്കിൽ ദയവായിട്ട് ഈ ക്യാമറ എടുക്കരുത്. 2 വേ ഓഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ക്യാമറ പർച്ചേസ് ചെയ്യരുത്. പക്ഷേ ബാക്കിയുള്ള ഫീച്ചേഴ്സിനകത്തൊക്കെ ഓക്കെയാണ്. ഇവരുടെ ഐ.പി സ്പീക്കർ ചിലവാകാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. പക്ഷേ ഈ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ആൾക്കാർക്കിട്ട് എന്തിനാ ഇങ്ങനെ പണി കൊടുക്കണത്? കാരണം ഡാറ്റ ഷീറ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ട് നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ആൾക്കാർ എവിടെയെങ്കിലും ക്യാമറ കൊണ്ടുപോയി ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആകെ പെട്ടുപോകും. ഇനി കസ്റ്റമർ പറയും ഈ ക്യാമറ എനിക്ക് വേണ്ടെന്ന്. അന്നേരം നമ്മൾ വേറെ ക്യാമറ തപ്പി നടക്കണം. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇക്വേഷന് ഇങ്ങനെയുള്ള ഈ ഒച്ചയില്ലാത്ത ക്യാമറ മാത്രമേ ഉള്ളൂ. സ്പീക്കർ അവരുടെ പക്കാ ബോറാണ്. ഒന്നിനും കൊള്ളിയേല. ഞാനിതുവരെ കണ്ടേക്കണതിൽ അത്യാവശ്യം ഇക്വേഷൻ്റെ തന്നെ കൊള്ളാവുന്ന ഒരു സ്പീക്കർ ഉള്ളത് C6 ആണ്. അത് ഞാനിവിടെ ഓഫീസിൽ വെച്ചിട്ടുണ്ട്. അത് എനിക്ക് അങ്ങോട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാഫൊക്കെ ഇരിക്കുമ്പോൾ അവരോട് സംസാരിക്കും. അത് നല്ല സാധനമാണ്. പക്ഷേ ഇതിൻ്റെ സ്പീക്കർ പോരാ, പഴയ പോലെ തന്നെയാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് പ്രോത്സാഹിപ്പിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെയുള്ള പുതിയ വീഡിയോസൊക്കെ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ സിസ്റ്റം എന്നാണ് ഈ ചാനലിൻ്റെ പേര്. ഇനിയിപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലും ചിലപ്പോൾ ഗൂഗിൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തന്നില്ലെങ്കിലോ, അതുകൊണ്ട് നെക്സ എന്നുള്ള പേര് ഓർത്ത് വയ്ക്കുക. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമ്മുടെ പേര് വെച്ചിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.